നമുക്ക് ഹെയർ റിലേറ്റഡ് ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് അറിയായിരിക്കും, അറിയാത്ത ചുരുക്കം ചില ആൾക്കാർ കാണുമല്ലോ, അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മുടി ഇഷ്ടപ്പെടാത്ത ആരും ഇല്ലായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും ഒരു 50% ആൾക്കാർക്ക് മുടിയോട് കുറച്ചെങ്കിലും ഇഷ്ടമാണ്, 50% ആൾക്കാർക്ക് ഷോർട്ട് ഹെയർസിനോടും അങ്ങനെ വലിയ താല്പര്യം കാണത്തില്ല, ഇത് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും വലിയ ആഗ്രഹം കാണത്തില്ല. അപ്പം ഇഷ്ടം ഉള്ളവർ നമ്മുടെ ഹെയറിൽ പലതരം പാക്കുകളും ഓയിലുകളും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പം വേറൊരാൾക്ക് മുടി വളർന്നു എന്ന് കരുതിയിട്ട് നമുക്ക് അതുപോലെ വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കും. ചിലർക്ക് അത് അടിപൊളിയായിട്ട് വളരും, എന്നുവെച്ചാൽ അത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും, ചിലർക്ക് അത് വർക്ക് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ഈ ഹെയറിൽ കുറെ ഹെയർ പാക്ക് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഹെയറിന് അത് എടുക്കാൻ പറ്റുന്നുണ്ടോ, അത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടെസ്റ്റ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ തൊട്ട് പഠിക്കുന്നതാണ് നമ്മുടെ ഹെയറിൽ നമ്മുടെ മുടി ഇഴകളെ പറ്റിയിട്ട്, ഹെയറിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ 8th നമ്മൾ പഠിക്കുന്ന ഒരു ഹെയർ ഷാഫ്റ്റ് ഫോം ചെയ്തിരിക്കുന്നത് 3 layers വെച്ചിട്ടാണെന്ന് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ തൊട്ടേ പഠിക്കുന്നതാണ്. അപ്പൊ അതിലെ ഫസ്റ്റ് ലെയർ ആണ് ക്യൂട്ടിക്കിൾ, സെക്കൻഡ് ലെയർ കോർട്ടെക്സ്, തേർഡ് ലെയർ ആണ് മെഡുല്ല. അപ്പൊ നമ്മുടെ മുടിക്ക് ആവശ്യമായ പോഷകങ്ങളും ന്യൂട്രിയൻസും ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണം. നമ്മുടെ ഈ ക്യൂട്ടിക്കിൾസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, അത് ശരിയായ രീതിയിൽ അത് വലിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഈ പോറോസിറ്റി ടെസ്റ്റിലൂടെ നമുക്ക് കഴിയുന്നതാണ്. 1 ഹൈ പോറോസിറ്റി, 2 മീഡിയം പോറോസിറ്റി, 3 ലോ പോറോസിറ്റി. അപ്പൊ നമ്മുടെ മുടി ഏത് ലെവലിലാണ് ഉള്ളതെന്ന് നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് തന്നെ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെയറിലെ അവിടുന്നും ഇവിടുന്നും ഒക്കെ ആയിട്ട് കുറച്ച് മുടികൾ ഇങ്ങനെ പിടിക്കുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും മുടികൾ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പം ഒരു മുടി പോരാട്ടോ, എവിടുന്നെങ്കിലും ഒക്കെ നമ്മൾ 3-4 മുടി സംഘടിപ്പിക്കണം. കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് നോക്കാൻ പോവാണ്. അപ്പൊ ഇതെന്തായാലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു 3-4 സ്ട്രാൻഡ്സ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് എത്രത്തോളം കാണാൻ പറ്റും. ഇത്രത്തോളം എടുത്തിട്ടുണ്ട്. കുറച്ച് മുടികളുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം, അതിലേക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം. അതേ നമ്മൾ മുടി എടുത്ത് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ കൈവച്ച് തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെ, എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു മിക്സ്ഡ് ആയിട്ടൊരു ഇതിലാണ് കേട്ടോ. കുറച്ച് താഴെയും കിടപ്പുണ്ട്, കുറച്ച് മീഡിയത്തിലും കിടപ്പുണ്ട്, കുറച്ച് മുകളിലും കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് മിക്സ് ചെയ്തൊരു മുടിയാണെന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ മുടിയുടെ കണ്ടീഷൻ. അപ്പോൾ നമ്മുടെ ഹെയർ വെള്ളത്തിന്റെ മണ്ടയിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുവാണെങ്കിൽ അത് ലോ പോറോസിറ്റി ഹെയർ ആയിരിക്കും. അല്ലാതെ മീഡിയം ആണെങ്കിൽ മീഡിയം പോറോസിറ്റി ഹെയർ ആയിരിക്കും. ഏറ്റവും താഴെ വന്ന് കിടക്കുകയാണെങ്കിൽ അത് ഹൈലി പോറോസിറ്റി ഹെയർ ആയിരിക്കും. അപ്പം നിങ്ങളുടെ ഏതാണ് എന്തായാലും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അറിയിക്കണേ. അപ്പം എൻ്റെത് ലോയിലും കുറച്ച് മുടിയുണ്ട്, ഹൈയിലും കുറച്ച് മുടിയുണ്ട്, മീഡിയത്തിലും കുറച്ച് മുടിയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി 3 എണ്ണം കൂടി കമ്പൈൻ ചെയ്ത് വന്നിരിക്കുന്നതാണ് എൻ്റെ ഈ ഹെയറിലുള്ള പ്രശ്നം. അപ്പം ഇതിൽ 3-നുള്ള ട്രീറ്റ്മെന്റ് ഞാൻ എന്തായാലും ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ. ഹോം റെമഡീസ് ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് ചെയ്തു കൊടുത്ത് അതൊന്ന് ഇതാക്കി വരാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ലോ പോറോസിറ്റി ഹെയറിൽ നമ്മുടെ ക്യൂട്ടിക്കിള് ടൈറ്റ് ആയിട്ടായിരിക്കും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്താലും നമ്മുടെ ഹെയറിന്റെ ഉള്ളിലേക്ക് അത് കടക്കത്തില്ല. അതെന്താ, ക്യൂട്ടിക്കിള് നല്ല ടൈറ്റ് ആയിട്ട് തന്നെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിലെ അകത്തോട്ട് റൂട്ടിലേക്കല്ല, മുടിയുടെ സ്ട്രാൻഡിന്റെ കാര്യമാണ് പറയുന്നത്, അതിനകത്തേക്ക് പോകത്തില്ല.
അപ്പോൾ അങ്ങനെയുള്ള മുടികൾ കാണുമ്പോൾ ചില മുടികൾ കാണുമ്പോൾ നമ്മൾ പറയും നല്ല ആരോഗ്യമുള്ള മുടിയാണ്, നല്ല ആരോഗ്യം കുറഞ്ഞ മുടിയാണ് ചില മുടി കാണുമ്പോൾ, അങ്ങനെ പറയാറുണ്ട്. അപ്പം ക്യൂട്ടിക്കിൾ ടൈറ്റ്ലി പാക്ക് ചെയ്തേക്കുന്ന മുടി കാണാൻ ഭയങ്കര ഷൈനിങ്ങും ഒക്കെ ആയിരിക്കും, പക്ഷെ അത് ഒരു ആരോഗ്യം കാണത്തില്ല. അതിനകത്ത് ചിലപ്പം മെഡുല്ല കാണത്തില്ല. ചില സ്ട്രൺസ് നല്ല കട്ടിയുള്ള മുടിയായിരിക്കും, അതിനകത്ത് മെഡുല്ല കാണും, ചിലതിനകത്ത് മെഡുല്ല കാണില്ല. അങ്ങനെയുള്ള മുടികളെയാണ് നമ്മൾ ഒരു ആരോഗ്യമില്ലാത്ത മുടി എന്ന് പറയത്തില്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ലോ പോറോസിറ്റി ആയിട്ടുള്ള മുടിയാണ് അങ്ങനെ പറയുക. ഇതുപോലെ തന്നെ ഹൈ പോറോസിറ്റി ആയിട്ടുള്ള മുടിയുണ്ട്. ഹെയർ ഹൈലി പോറോസിറ്റി ഹെയർ ആണെങ്കിൽ നമ്മൾ നനച്ചത് കഴിഞ്ഞാൽ വേഗം തന്നെ അത് അബ്സോർബ് ചെയ്തെടുക്കും. അതുപോലെ തന്നെ വേഗം തന്നെ അതിനകത്തെ ആ മോയ്സ്ചർ കണ്ടന്റൊക്കെ എടുത്ത് കളയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ എപ്പോഴും ഒരു മീഡിയം പോറോസിറ്റിയിൽ വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ലോ പോറോസിറ്റി ആയാലും ഹൈ പോറോസിറ്റി ആയാലും രണ്ടും നമ്മുടെ മുടിക്ക് പ്രശ്നം തന്നെയാണ്. ഹൈ ആണെങ്കിൽ ക്യൂട്ടിക്കിൾ ഫുള്ളായിട്ട് നമ്മുടെ ഹെയറിന്റെ ഡാമേജ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും, ലോ ആണെങ്കിൽ ടൈറ്റ്ലി പാക്ക് ചെയ്തും ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മുടെ മുടിയുടെ ടോട്ടലി ഒരു അപ്പിയറൻസ് കൊടുക്കുന്നത് ഈ ക്യൂട്ടിക്കിൾ എന്നൊരു പാർട്ടാണ്. ആ ക്യൂട്ടിക്കിളിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ മുടി ഫ്രിസി ആയിട്ട് തോന്നാം, നമ്മുടെ മുടി ഡാമേജ് ആയിട്ട് തോന്നാം, നമ്മുടെ മുടി കാണാൻ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നാം, ചിലത് സ്മൂത്ത് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നാം. ഇതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. ചിലർക്ക് ഫ്രിസി ആയിട്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില ടൈപ്പ് ആളുകൾ അങ്ങനെ ഉണ്ട്. ചിലത് നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഇടുന്നാലും നമ്മുടെ മുടി എപ്പോഴും ആരോഗ്യത്തോടെ വെക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. അപ്പം നമ്മൾ മീഡിയം പോറോസിറ്റി ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഹെയറിന്റെ പോറോസിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈ പോറോസിറ്റി ഹെയറാണ് നമുക്ക് ഉള്ളത് എങ്കിൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ടത് ഈ എഗ്ഗിൻ്റെ ഒക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെയർ മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ബെസ്റ്റാണ്. നമ്മൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഡാമേജ് വന്നിരിക്കുന്ന ക്യൂട്ടിക്കിളൊക്കെ അത് കവറായി നന്നായിട്ട് ഇരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഹൈ പോറോസിറ്റി ആയിട്ടുള്ള ഹെയർ ഒക്കെ ഉള്ളവർ അങ്ങനെ ചില മാസ്കുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ലോ പോറോസിറ്റി ആയിട്ടുള്ള ഹെയർ ഉള്ളവർ എന്തായാലും ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അല്ലാതെ വേറെ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എന്ത് പുറമേ നിന്ന് കൊടുത്താലും അത് അത്ര പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഹോട്ട് ഓയിൽ മസാജിങ് ആയിരിക്കും ഏറ്റവും നല്ല ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. പിന്നെ ലോ പോറോസിറ്റി ഹെയർ ഉള്ളവർക്ക് അലോവേരയുടെ ജെല്ലുണ്ടല്ലോ, അത് തേച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ. അടിപൊളി കാര്യമാണ്. നമ്മുടെ ലോ പോറോസിറ്റി ഹെയർ ഉള്ളവർ അലോവേര ജെല്ലും അലോവേര മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ മീഡിയം പോറോസിറ്റി ഹെയർ ആണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അങ്ങ് നമ്മുടെ സ്ഥിരം റൂട്ടീൻ ഉണ്ടല്ലോ അതങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി. പിന്നെ പ്രോപ്പറായിട്ട് ഷാമ്പൂവും കണ്ടീഷണറും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കുക. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മീഡിയം ആണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഹെയറിന്റെ പോറോസിറ്റി ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും